ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അജയനെ എല്ലാവരും കൂടി പൂട്ടാനുള്ള ശ്രമമാണ്. അപ്പോൾ രാവിലെ തന്നെ മുത്തശ്ശി ഒരു അൺഒഫീഷ്യൽ കുടുംബയോഗം വിളിച്ചു ചേർക്കുകയാണ്. അതിൽ നമ്മുടെ അഞ്ജനേനെയും ഭവാനിയൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അഞ്ജന ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മുത്തശ്ശി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, എന്താ കാര്യം? അപ്പോൾ മുത്തശ്ശി പറയും, നിന്നോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം നേരം അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സംഗീതയും അതുപോലെ തന്നെ അഞ്ജനയും ഭവാനിയും അജയൻ്റെ പെങ്ങളും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ആ കാര്യം കേൾക്കുമ്പോൾ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അജയൻ്റെ പെങ്ങളും അഞ്ജനയും കൂടിയിട്ട് കാർ എടുത്തിട്ട് പോകുന്നത് കാണാം. അതേപോലെ തന്നെ സത്യനും മാധവനും കൂടിയിട്ട് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ വീടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതും കാണിക്കാം. അങ്ങനെ രാവിലെ ഓഫീസിലോട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് അജയ്. അപ്പോഴാണ് അജയ് നോക്കുമ്പോൾ വീട്ടിൽ ആരും കാണുന്നില്ല. അപ്പോൾ ആരും കാണുന്നില്ലല്ലോ പറഞ്ഞങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് സംഗീത വന്നിട്ട് പറയുന്നത്, മോനെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് വൈകുന്നേരത്ത് ഇവിടെ ഒരു പൂജയുണ്ട്. നിൻ്റെ കാര്യത്തിന് വേണ്ടി മുത്തശ്ശി നേർന്നാണ്, നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട്. അപ്പോൾ നീ കൃത്യസമയത്ത് തന്നെ വരണം. ഡ്രസ് കോഡൊക്കെ ഉണ്ട്, നിനക്കുള്ള ഡ്രസ്സ് ഞാൻ ഇന്നലെ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു കവർ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അജയ് പറയും, എന്തിനാണ് അമ്മ ഇങ്ങനത്തെ ഒരു പൂജയുടെ ആവശ്യം? എനിക്കല്ലാതെ തന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ ഐശ്വര്യമുണ്ട്, ഇനി ഐശ്വര്യത്തിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് അജയ് അതിന് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ സൗഭാഗ്യ പറയും, സൗഭാഗ്യമല്ല സംഗീത പറയും, അത് പറ്റില്ല മോനെ. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് മുത്തശ്ശി നേർന്നതാണ്, ഇത് എന്തെങ്കിലും ഒരു കാര്യമില്ലാണ്ട് മുത്തശ്ശി ഇങ്ങനെ ചെയ്യില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നീ തീർച്ചയായും വരണം, എന്നെ പറ്റിക്കരുത് എന്ന് പറയുകയാണ്. അപ്പോൾ അജയ് പറയും, എനിക്കിന്ന് കൊല്ലത്തൊരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിന് എന്തായാലും പോകണം, അപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് തന്നെ സംശയമാണ്. അപ്പോൾ സംഗീത അവനെ വഴക്ക് പറയുകയാണ്, നീ നുണ പറയുകയാണെന്ന് എനിക്കറിയാം, നിനക്ക് മീറ്റിംഗ് ഒന്നുമില്ല, അമ്മയ്ക്ക് വാക്കെന്നാൽ നീ എന്തായാലും വരണം, വരാതെ മുങ്ങരുത് എന്ന് പറയുമ്പോൾ പിന്നെ അജയ് പറയും, എന്നാൽ ശരി ഞാൻ സമ്മതിക്കാം, ഞാൻ എന്തായാലും വരാം എന്ന്. അപ്പോൾ സംഗീത ചോദിക്കും, നീ പറ്റിക്കോ എന്നെ? ഇല്ല ഞാൻ പറ്റിക്കില്ല എന്ന് പറഞ്ഞ് അവൻ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് പോവാണ്. അങ്ങനെ ഇതേ സമയം നമ്മുടെ ഭൂമി വണ്ടി കേടുവന്നിട്ട് റോട്ടിലിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടണില്ല. കാരണം ഒറ്റയ്ക്ക് ലക്ഷ്മി ചേച്ചി അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് ക്യാൻറ്റീനിൽ ചെന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവൾ ദേഷ്യപ്പെട്ടിട്ട് വണ്ടിയെ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതേ സമയത്താണ് നമ്മുടെ അജയ് അത് കൂടെ വണ്ടിയായിട്ട് വരുന്നത്, ബൈക്കായിട്ട്. അപ്പോൾ ബുള്ളറ്റായിട്ട് വരുന്നത് കണ്ടപ്പോൾ അജയനെ കണ്ടപ്പോൾ അജയ് വന്ന് വണ്ടി നിർത്തിയിട്ട് ചോദിക്കും, ഭൂമി കയറിക്കോ എന്ന് പറയാണ്. അപ്പോൾ ഭൂമി മൈൻഡ് ചെയ്യാതെ നിൽക്കണം. അപ്പോൾ അജയ് പറയും, ഓ നിന്നെ അന്ന് വഴക്ക് പറഞ്ഞ എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വഴക്ക് പറഞ്ഞ് ഓടിച്ചതിൻ്റെ ദേഷ്യമാണല്ലേ, സാരല്ലേ, ഞാൻ സോറി പറയാം, അന്ന് ഞാൻ ചെയ്തത് ഇത്തിരി കൂടുതലായി എനിക്കും തോന്നിയത്, അന്ന് എൻ്റെ മാനസികാവസ്ഥ അത്ര നല്ലതായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, നീ എന്നോട് ക്ഷമിക്കുക എന്ന് പറയണം. അപ്പോൾ ഭൂമി പറയും, ശരി അങ്ങനെ താഴ്ന്നിട്ടൊക്കെ പറയും എന്ന് പറഞ്ഞ് ഭൂമി ബൈക്കുമ്പോൾ കയറുകയാണ്. ബൈക്കുമ്പോൾ കയറുമ്പോൾ ചോദിക്കും, സ്പീഡിൽ ഓടിക്കുമോ? സ്പീഡിൽ ഓടിക്കാൻ പാടില്ല, എങ്കിൽ മാത്രമേ ഞാൻ കയറുള്ളൂ. അതൊന്നും സ്പീഡിൽ ഓടിക്കില്ല, നീ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് വണ്ടിയുമ്പോൾ കയറുകയാണ്. അങ്ങനെ വണ്ടിയുമ്പോൾ കയറിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ഭൂമിയുടെ കടയുടെ അവിടെ ഇറക്കാതെ ശരിക്കും പോലീസ് സ്റ്റേഷൻ്റെ അവിടേക്ക് കയറ്റിയിട്ടാണ് അജയ് ഇറക്കുന്നത്. അപ്പോൾ ഭൂമി ചോദിക്കും, സാർ എന്തിനാണ് അവിടേക്ക് ഇറക്കുന്നത്, എൻ്റെ കട ഇപ്പുറത്തല്ലേ എന്ന് പറഞ്ഞ് ഭൂമി വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അജയ് പറയും, അതെ എന്നും ഇനി വണ്ടി കേടാക്കിയിട്ട് റോട്ടിൽ നിൽക്കരുത്, ഞാനിങ്ങനെ സ്ഥിരം നിന്നെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പലതൊക്കെ വിളിച്ച് പറയും, അതും ഇതൊക്കെ ഇല്ലാത്തതൊക്കെ കഥയുണ്ടാക്കും. അപ്പോൾ ഭൂമി പറയും, പിന്നെ ഞാൻ നിങ്ങളുടെ വണ്ടിയുമ്പോൾ കയറാൻ വേണ്ടിയിട്ട് ആശിച്ച് മോഹിച്ച് നിൽക്കല്ലേ എന്നൊക്കെ പറയണം. പിന്നെ അപ്പോൾ അജയ് പറയാണ്, എന്തായാലും നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊടുന്നില്ല, ഈ കൊടുന്നതിന് എനിക്ക് എന്തെങ്കിലും വേണം. ഭൂമി പറയും, എത്ര രൂപ വേണ്ടതെന്ന് പറഞ്ഞ് പേഴ്സ് തുറക്കുമ്പോൾ അജയ് പറയും, എനിക്ക് പൈസയൊന്നും വേണ്ട, നല്ലൊരു ചായ വേണമെന്ന്. അപ്പോൾ അവൾ പറയും, എന്നാൽ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ലക്ഷ്മിയേച്ചിയുടെ അടുത്ത് കൊടുത്തയക്കാം. ലക്ഷ്മിയേച്ചിയുടെ അടുത്ത് കൊടുത്തയക്കൊന്നും വേണ്ട, നീ തന്നെ കൊടുത്തന്നാൽ മതി, അപ്പോഴാണ് ചായക്ക് ഇത്തിരി ടേസ്റ്റ് കൂടുള്ളൂ എന്ന് പറഞ്ഞ് അജയ് ചിരിച്ചിട്ട് പോവാണ്. അപ്പോൾ ഇവൾ വിചാരിക്കും, എന്താ ഈ ചെക്കനെ പറ്റിയത്, അല്ല ഒരു കാര്യമില്ലാണ്ട് എന്തൊക്കെയോ കുറേ വിളിച്ച് പറയുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശങ്കയിലാണ് ഭൂമി നിൽക്കുന്നത്. എന്നിട്ട് ഭൂമി ചായ ലക്ഷ്മിയേച്ചിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക, ആ ചായയായിട്ട് അജയൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ അജയ് ചോദിക്കും, അജയ് കുടിച്ചു നോക്കിയിട്ട് പറയും, ഹായ് നല്ല ചായ, നിനക്ക് നല്ല കൈപ്പുണ്യാണെന്ന്. അപ്പോൾ അവൾ പറയുന്നത്, ഞാൻ ഉണ്ടാക്കിയ ചായ ഒന്നുമല്ല, ലക്ഷ്മിയേച്ചി ഉണ്ടാക്കിയ ചായയാണ്. അപ്പം പിന്നെ അജയ് ഒന്നും പരിങ്ങൂട്ടാം. എന്നിട്ട് അജയ് ചോദിക്കും, അല്ല ഇവിടെയുള്ള പോലീസുകാരൊക്കെ പറ്റും കറക്റ്റൊക്കെ തീർക്കാറുണ്ടോ, പൈസ കറക്റ്റായിട്ട് തരാറുണ്ടോ? അപ്പോൾ ഭൂമി പറയും, ഇവിടെ ഉള്ള എല്ലാ പോലീസുകാരും കറക്റ്റായിട്ട് പൈസയൊക്കെ തരാറുണ്ട്, ഒരാളൊഴികെ. അപ്പോൾ അജയ് ചോദിക്കും, അതാരാ? അപ്പോൾ അവൾ പറയും, അത് CI അജയ്. അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാ പോലീസുകാരും ചിരിക്കും. അപ്പോൾ അവനാകെ ഒരു ചമ്മലാവും. അപ്പോൾ അങ്ങനെ മുഖം സീരിയസ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഭൂമിക്ക് ഈശ്വര പറഞ്ഞത് ഒത്തിരി കൂടിപ്പോയോ എന്ന് അവനാകെ മോശമായോ എന്തൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ പിന്നെ അജയും ചിരിച്ചിട്ട് അജയും അകത്തോട്ട് കയറിപ്പോവും. അപ്പോൾ അവൾ പറയും, ഇന്ന് ഈ സാറിന് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, നല്ല മൂഡിലാണല്ലോ എന്ന്. അപ്പോൾ അജയ് പറയാണ്, അത് വേറൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ കുറച്ച് മാറ്റമൊക്കെ സംഭവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അജയ് അങ്ങോട്ട് പോകും.
അങ്ങനെ പിന്നെ നമ്മുടെ വൈകുന്നേരത്ത് പറഞ്ഞ പോലെ തന്നെ അജയ് കൃത്യസമയത്ത് തന്നെ വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ സംഗീതയും മാധവനും അതുപോലെ അജയൻ്റെ പെങ്ങളും കൂടി നിൽക്കുന്നുണ്ട്. പെങ്ങളാണ് ആരതി ഒഴിഞ്ഞ് അകത്തോട്ട് കയറ്റുക എന്ന് ഓൾറെഡി രാവിലെ തന്നെ സംഗീത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ അജയ് സന്തോഷത്തിൽ തന്നെയാണ് വണ്ടി അവിടെ വെച്ചിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ അജയൻ്റെ പെങ്ങൾ അവൻ ആരതി ഒഴിഞ്ഞിട്ട് വീട്ടിലോട്ട് അകത്തോട്ട് കയറ്റുകയാണ്. അങ്ങനെ വീടിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ ഫ്രണ്ടത്തെ വാതിൽ അടച്ചിട്ടുണ്ടായിരിക്കും. ആ വാതിൽ ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നല്ല ഡെക്കറേഷനായിരിക്കും. അപ്പോൾ ഈ ഡെക്കറേഷൻ കണ്ടപ്പോൾ അജയ്ക്ക് ഒരു സംശയം, എന്താ ഇത്ര അധികം ഡെക്കറേഷൻ എന്ന് വിചാരിച്ചിട്ട് അജയ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ സൗഭാഗ്യമ്മ വന്നിട്ട് സൗഭാഗ്യ പറയും, മോനെ നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, ഇങ്ങോട്ട് കയറി വായോ എന്ന് പറഞ്ഞ് സൗഭാഗ്യ അജയനെ വിളിക്കുകയാണ്. അപ്പോൾ അവൻ അങ്ങോട്ട് കയറി വരും. അപ്പോൾ കയറി വരുമ്പോൾ അവിടുത്തെ ആംബിയൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ കുഞ്ഞു സ്റ്റേജ്, ഫ്ലോറിൽ തന്നെ ഒരു സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് ഒരു സോഫ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു പൂജാരി ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സൗഭാഗ്യമ്മ പറയും, മോനെ അകത്തോട്ട് കയറി വാ എന്ന് പറഞ്ഞ് സൗഭാഗ്യ വിളിക്കുകയാണ്. അങ്ങനെ അവനകത്തോട്ട് കയറി വരും. അകത്തോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ പൂജാരി പറയും, ഇനി സോഫയിൽ ഇരുന്നോളൂ. അപ്പോൾ അവനാണ് വെച്ചെങ്കിൽ സോഫയുടെ നടുക്ക് അങ്ങോട്ട് കയറിയിരിക്കും, കാരണം അവന് വേണ്ടിയിട്ടുള്ള പൂജയാണല്ലോ. അപ്പോൾ പൂജാരി പറയും, ഇനി പെൺകുട്ടിയെ വിളിച്ചോളൂ. അപ്പോൾ അവന് ഇത്തിരി മിസ്റ്റേക്ക് തോന്നി. അപ്പോൾ സൗഭാഗ്യമ്മ മോളെ അഞ്ജനെ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ അവൾ നല്ല ഒരുങ്ങിയിട്ട് നല്ല സുന്ദരിയായിട്ട് താഴത്തോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ അജയനോട് നീങ്ങിയിരുന്ന് കൊടുക്കാൻ പറയും സൗഭാഗ്യമ്മ. അങ്ങനെ അജയ് നീങ്ങിയിരുന്ന് കൊടുക്കും, അഞ്ജന കൂടെ ഇരിക്കും. അഞ്ജന ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ പൂജാരി പറയും, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മോതിരം മാറാനുള്ള സമയമായിട്ടുണ്ട്, മോതിരം മാറാം എന്ന് പറയുക. അപ്പോൾ മനസ്സിലായി, ഉറപ്പായി. അപ്പോൾ മാധവൻ 2 മോതിരമായിട്ട് വരികയാണ്. അപ്പോൾ മോതിരം അയാൾ പൂജിച്ചതിന് ശേഷം മോതിരം കൊടുത്തിട്ട് പറയും, ഇനി മോതിരങ്ങൾ തമ്മിൽ മാറിക്കോളും. അപ്പോഴേക്കും അജയ് ദേഷ്യം പിടിച്ച് നീക്കും കേട്ടോ. അപ്പോൾ അജയ് എണീക്കുമ്പോൾ സത്യം പറയും, നീ എന്താടാ എണീക്കുന്നത്, പൂജയുടെ ഇടയിൽ എണീക്കാൻ പാടില്ല, അവിടെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അജയനെ അവിടെ പിടിച്ചിരുത്തുകയാണ്. അങ്ങനെ അജയ് അവിടെ ഇരുന്നതിന് ശേഷം മോതിരം മാറാൻ വേണ്ടിയിട്ട് മോതിരം കൊടുക്കുകയാണ്. അപ്പോൾ അജയ് മോതിരം മാറുമോ മാറില്ലേ എന്നൊന്നും ഇന്നത്തെ എപ്പിസോഡിലില്ല. ഇനി നാളത്തെ എപ്പിസോഡിൽ അതും കാണിക്കുന്നില്ല. മാറുമോ മാറില്ലേ എന്നൊക്കെ നമുക്ക് നാളെ തന്നെ കണ്ടറിയണം. പിന്നെ നാളത്തെ എപ്പിസോഡിൽ അജയ് പറയുകയാണ് അജയിൻ്റെ അമ്മയുടെ അടുത്ത്, അമ്മ എനിക്കൊരിക്കലും അഞ്ജനേനെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല, കാരണം എനിക്കവളെ ഇഷ്ടമില്ല, അതുകൊണ്ട് എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്ന്. അപ്പോൾ സംഗീത ചോദിക്കും, നീ എന്താ മോനെ പറയുന്നത്, അതിൻ്റെ പേരിൽ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എന്ന് നിനക്കറിയോ എന്ന്. അപ്പോൾ അവൻ പറയും, ഞാൻ ഒരു മാർഗ്ഗം ഇതിനെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, ഉടൻ തന്നെ അത് ശരിയാവും, അപ്പോൾ തന്നെ ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറയണം. അപ്പോൾ സംഗീതയ്ക്ക് ആകെ ആദ്യമാവാണ്. അങ്ങനെ അജയ് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ ആകെ വിഷമിച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ഭൂമിനെ കാണുന്നുണ്ട്. ഭൂമിയാണെങ്കിൽ എന്താണ് ഇപ്പോൾ ഇയാളുടെ സ്വഭാവമൊക്കെ മാറിയല്ലോ, ഇയാൾക്കെന്തൊരു മാറ്റം ഇന്നലെ കണ്ട ഒരാളല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ആശങ്കയിൽ നിൽക്കുകയാണ്. ഇത്രയാണ് ഇന്നത്തെ നാളത്തെയും എപ്പിസോഡ്. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.